5 മിനിറ്റിന്റെ മോരുകറിയും 2 മിനിറ്റിന്റെ മോരുകറിയൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പം ഇറങ്ങാറുണ്ട്. ഞാൻ പോലും അങ്ങനത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഇനി ഇടാനും പോകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏത് തരത്തിലെ മോരുകറി കണ്ടാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പണ്ട് തേങ്ങ അരച്ച് വയ്ക്കുന്ന എൻ്റെ അമ്മ വയ്ക്കുന്ന കുമ്പളങ്ങ മോരുകറി കേട്ടാ. അത് വെള്ളരിക്ക മോരുകറി ആയാലും കുഴപ്പമൊന്നുമില്ല, മത്തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് കുമ്പളങ്ങയോ വെള്ളരിക്കൊക്കെ വേവിച്ച് നാളികേരം അരച്ചൊഴിച്ചിട്ട് നല്ല പുളിയുള്ള മോര് ഒഴിച്ചിട്ടുണ്ടാക്കുന്ന മോരുകറി ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഇഷ്ടം. മഞ്ഞുടുപ്പിനോടും മഞ്ഞക്കറികളോടും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ചില രുചികൾ ഓർക്കുമ്പോഴേ അങ്ങനെയാണ്, നമുക്ക് പല ഓർമ്മകളും അതിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. എൻ്റെ ഒരുവിധ ഓർമ്മകളിലൊക്കെ ഭക്ഷണത്തിന് ഭയങ്കര പ്രാധാന്യം കേട്ടാ. ഞാനിന്ന് കാണിച്ചതേ കുമ്പളങ്ങ മോരുകറിയാണ്. നല്ല സ്വാദിലുണ്ടാക്കിയിട്ടുള്ള, നല്ല പുളിമോര് ഒഴിച്ചിട്ടുള്ള നല്ല കുമ്പളങ്ങ മോരുകറി. കൂടെ മീൻ വറുത്തതാണ്. മോരിൻ്റെ കൂടെ മീൻ പാടില്ല എന്നറിയാം, എന്നാലും ഞാനതൊന്നും മൈൻഡാക്കാറൊന്നുമില്ല എന്നാണ് സത്യാവസ്ഥ. അപ്പം ഇനി കൂട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട, നാളികേരത്തിൽ നല്ല ജീരകം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടേ വേവിച്ച കുമ്പളങ്ങയിലേക്ക് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് പുളിമോരും കൂടി ഒഴിച്ച് കടുക് താളിച്ചെടുക്കണം.